കേരളത്തിലെ നമ്പർ 1 ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജേക്കോ ജ്വൽസ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയിൽ ന്യൂ ഫാഷൻ ട്രെൻഡി ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ് ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനം കുറിച്ചു. ചലച്ചിത്ര സംവിധായകൻ സനോജ് VS സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. 15ാമത് മൂവാറ്റുപുഴ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനമായി. മൂവാറ്റുപുഴ ലതാ തിയേറ്ററിൽ മാർച്ച് 1 മുതൽ 5 വരെ നടന്ന മേളയിൽ 16 സിനിമകൾ പ്രദർശിപ്പിച്ചു. സമാപന ദിവസം ഹിന്ദി സിനിമ ബോഡി, മലയാളം സിനിമകളായ തടവ്, അരിക് എന്നിവ പ്രദർശിപ്പിച്ചു. തുടർന്ന് നടന്ന സമാപന സമ്മേളനം ചലച്ചിത്ര സംവിധായകൻ സനോജ് VS ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഓരോ മനുഷ്യരുടെ അനുഭവവും അവരുടെ അനുഭവ ലോകവും അവരുടെ ഓർമ്മകളും അവർ കണ്ടിട്ടുള്ള കാഴ്ചയും ഒക്കെ വ്യത്യസ്തമാണ്. തമിഴ്നാട്ടിലെ ഒരു സാഹചര്യമോ അല്ല UP-യിലെ, ബീഹാറിലെ, ഒഡീഷയിലെ അതുപോലത്തെ ഒരു സാഹചര്യം അല്ലായിരിക്കും ബംഗാളിലെ ഗ്രാമത്തിലുള്ളത്. അതായത് കൊൽക്കത്തയിൽ ഈ CPM-ൻ്റെ ബ്രിഗേഡ് ഗ്രൗണ്ടിലെ റാലിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ തലേ ദിവസം വന്ന് ഹൗറ റെയിൽവേ സ്റ്റേഷനിൽ അതുപോലുള്ള സിയാൽഡ സ്റ്റേഷനിലൊക്കെ ഇങ്ങനെ തലേന്ന് മുതൽ നടന്നു തുടങ്ങുന്ന ഒരു കാഴ്ച പണ്ടത്തെ ഒരു പ്രധാനപ്പെട്ട കാഴ്ചയാണ്. അപ്പോൾ ഒരു ദേശം പല ഭൂഖണ്ഡങ്ങൾ എന്ന് പറഞ്ഞ ഒരു പുസ്തകം ഈ ഇന്ത്യൻ യാത്രകളും അതിൻ്റെ റിപ്പോർട്ടിംഗ് അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് DC ബുക്സിന് വേണ്ടി അവർ പബ്ലിഷ് ചെയ്തൊരു പുസ്തകം എഴുതിയിരുന്നു. അത് ടെലഗ്രാഫിൻ്റെ എഡിറ്റർ R. ജോബോലാണ് അവതാരിക എഴുതിയത് കൊൽക്കത്തയിൽ. അപ്പോൾ അതിലൊരു അധ്യായം എന്ന് പറയുന്നത് കൊൽക്കത്തയിൽ നിന്ന് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്കും കേരളത്തിലേക്കും മധുരയിലെ കണ്ണാശുപത്രിയിലേക്കും വരുന്ന രോഗികളെക്കുറിച്ചുള്ളൊരു സംഗതിയാണ്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, അവരുടെ ഭരണകൂടങ്ങൾ, സർക്കാരുകൾ, അധികാരങ്ങൾ ഇതെല്ലാം മനുഷ്യരെ പല തരത്തിലേക്ക് മാറ്റും. ചില കാര്യങ്ങളിൽ അവരെ എൻഹാൻസ് ചെയ്യും, ചില കാര്യങ്ങളിൽ അവരെ സാമൂഹികമായി മുന്നോട്ട് കൊണ്ടുപോകും, കുറേ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരും, ചില കാര്യങ്ങളിൽ അവർ പുറകോട്ട് പോകും. ഇതെല്ലാം കുഴഞ്ഞു പറഞ്ഞിട്ടാണ് ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കേരളത്തിൽ KSFDC ഒരു പ്രോജക്റ്റ് അനൗൺസ് ചെയ്യുന്നു. ആ പ്രോജക്റ്റിലെ കഥ സെലക്ട് ചെയ്തതുകൊണ്ട് ഒരു സിനിമ ചെയ്തതാണ് ഞാൻ അവർക്ക് വേണ്ടി. എന്നുവെച്ചാൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു സിനിമ. ഇല്ലെങ്കിൽ ഞാൻ വേറൊരു പ്രൊഡ്യൂസറുടെ ഒരു സിനിമ ചെയ്യും. ചിലപ്പോൾ ഈ കഥയായിരിക്കും, വേറൊരു കഥയായിരിക്കും. ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് UR ബാബു അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ ചലച്ചിത്ര ഛായാഗ്രഹകൻ മനേഷ് മാധവൻ, ചലച്ചിത്ര നടൻ ഇർഷാദ് അലി, കേരള ചലച്ചിത്ര അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ശ്രീധർ, ഫിലിം സൊസൈറ്റി ട്രഷറർ NV പീറ്റർ, എക്സിക്യൂട്ടീവ് അംഗം സണ്ണി വർഗീസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.